നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതികൾ നമ്മൾ ഒരുപാട് കാണും. ഒരുപാട് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവർ പരസ്പരം പോരടിക്കുന്നു. ഒരുപാട് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവരെ അതിലെ പാവപ്പെട്ട ഓരോ വിദ്യാർത്ഥികളെ, കഴിവ് കുറഞ്ഞ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നു, വളരെയധികം ക്രൂരമായി ഉപദ്രവിക്കുന്നു. മാനസികസ്ഥിതി ആ രീതിയിലേക്ക് മാറുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കാണാനിടയ ഒരു കാഴ്ച, അത് രാവിലെ ഏഷ്യാനെറ്റും ഒക്കെ കാണിച്ചാണ്. കണ്ട ആകെപ്പാടെ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതിലെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ, അവൻ അതിൽ അല്പം അശക്തനാണ്, അവനെ ആദ്യം കരണത്തടിക്കുന്നു ധാരാളമായിട്ട്. ഒരുത്തൻ ചാടി അവൻ്റെ വയറ്റത്തും നെഞ്ചത്തുമായിട്ട് ചവിട്ടുന്നു അവനെ എന്നിട്ട് അങ്ങ് ഇഷ്ടം പോലെ ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുക. അവനെ അനങ്ങാതെ മുഖം പൊത്തി കുനിഞ്ഞെന്ന് ഇതെല്ലാം ഏറ്റുവാങ്ങുന്നു. എന്ത് ചെയ്യാനൊക്കും? ഇവനൊക്കെ ഈ കുട്ടികളെ ഞാൻ പറയുന്നില്ല, ഇവനെയൊക്കെ പറഞ്ഞയക്കുന്ന തന്തയും തള്ളയും ഉണ്ടല്ലോ, അവരൊക്കെ യഥാർത്ഥ മാതാപിതാക്കളാണോ? ഈ രീതിയിൽ മക്കളെ വളർത്താനാണോ അവർ പഠിച്ചിരിക്കുന്നത്? ചെറിയ എന്തോ ഒരു തർക്കത്തിൻ്റെ പേരിലാണ് ഈ ചെയ്തേക്കുന്നത്. ആ കുഞ്ഞിന് എന്തുമാത്രം ഉപദ്രവം ശാരീരികമായിട്ട് കിട്ടിയെന്നറിയാമോ? അതൊക്കെ അവനെ ബാധിക്കത്തില്ലേ? അവൻ്റെ ശരീരത്തിനെ, അവൻ്റെ ആരോഗ്യത്തിനെ, അവൻ്റെ ഭാവിയെ? മാത്രമോ അവൻ്റെ മനസ്സിൽ ഇത് എന്നും ഒരു പോറലായിട്ട് അവശേഷിക്കത്തില്ലേ? അതൊന്നും അവരാരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാത്ത ആളുകൾ കൊണ്ട് അത് വെറും കുഞ്ഞുങ്ങളാണ്. അവരെ കറക്റ്റ് ചെയ്യേണ്ടത് മറ്റാരുമല്ല, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ ഈ സമൂഹം, അവരുടെ അധ്യാപകർ. ഈ അധ്യാപകരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കണ്ണുകളിൽ പോകുന്ന കാര്യം. 2 നല്ല അധ്യാപികമാരെ ഞാൻ കണ്ടു. വടകര പോലീസ് ഏതായാലും തൂക്കിയെടുത്തിട്ടുണ്ട് 2നെയും. കാവ്യ, കീർത്തന, നല്ല പേരുകളാണ് കേട്ടോ. കാവ്യ എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവള് ഈ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ളവളാണ്. എന്തോ കാര്യം, കുട്ടികളെ സൈക്കോളജി പഠിപ്പിക്കുകയാണ് അവളുടെ ജോലി. അവളുടെ അക്കൗണ്ടിലേക്ക് പണം വരും. എന്തിനാണെന്നറിയോ? മയക്കുമരുന്ന് അന്വേഷിക്കുന്നവരുടെ പണമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് മെസ്സേജ് കൊടുക്കും, ഇന്നിടത്ത് പോയിക്കോളാൻ, ഇന്ന അടുത്ത് പോയി ചെല്ലാൻ. അങ്ങോട്ട് പോകും. ഈ പണം ഇവളുടെ അക്കൗണ്ടിലിടാതെ ഇവളുടെ കൂടെയുള്ള മറ്റൊരു അധ്യാപിക എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, കീർത്തന. ഇവളെ 2 എണ്ണത്തിനെയും തൂക്കിയെടുത്തപ്പോൾ 2ഉം കസ്റ്റഡിയിലാണ്. ഇനി വെളിയിൽ എളുപ്പമൊന്നും വെളിച്ചം കാണത്തില്ല. അപ്പോൾ അത് അവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. ഇതിങ്ങനെ മാറ്റി ഈ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മയക്കുമരുന്ന് വ്യാപാരം. ഈ മയക്കുമരുന്ന് കൊടുക്കുന്ന എവിടെയാണെന്നറിയോ? കൂടുതലും വിദ്യാർത്ഥികൾക്കാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇതിൻ്റെ വിപണന സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. വിവരമില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ, അവർ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നും. MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകളാണ് ഇവളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവൾക്ക് എന്നിട്ട് ഇത് എവിടുന്ന് സപ്ലൈ വരുന്നു, എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഇവൾക്കൊക്കെ അറിയാം. അവളൊക്കെ ഒരു കൂസലമില്ലാതെ നടക്കുന്നുണ്ടില്ലേ, പാൻറ്റ് ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുക, ഒരു കൂസലുമില്ല. പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടും ഓയിലിൽ ഗമയിൽ ഇങ്ങനെ ചൂണ്ടി അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെയൊക്കെ ഉപദ്രവിക്കണം എന്ന് പറയുന്നത് ശരിയല്ല, നിയമവിരുദ്ധമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്ക് കണ്ടിട്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഇനി അത് എൻ്റെ ഈ ഒരു ധാർമ്മിക ബോധമായിരിക്കാം എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നത്, എനിക്കറിയില്ല. ഏതായാലും ഇവളെയൊക്കെ വീടുകളിലെ ആളുകൾ ആരുമില്ല ഇവളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. അതല്ലേ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഭർത്താവൊക്കെ ഉള്ളവളാണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യ. വളരെ ചെറുപ്പമാണ് കണ്ടിട്ട്, 2ഉം എന്തോ പ്രായമുണ്ടെന്നൊന്നും അറിയാൻ വയ്യ. ഏതായാലും ശരി, ഈ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ കാവ്യ, കീർത്തന എന്നുള്ള പേരുകളാണ്, നല്ല പേരുകളാണ് ഇട്ടേക്കുന്നത്. ഇതിനൊക്കെ കാവ്യനീതി പുലർത്തുന്ന നമ്മൾ കണ്ടത്. മയക്കുമരുന്ന് വ്യാപാരം നല്ല കാര്യമായിട്ടാണ് അവൾ നടത്തുന്നത്. എന്ത് തൻ്റെ ഇടമായിട്ടായിരിക്കുന്നറിയോ? ഇരിക്കുന്നതൊക്കെ കാണണം. ഒരു IAS ഓഫീസർ ഇരിക്കുന്ന അതേ ഗമയിലാണ് ഇരിക്കുന്നത്. മയക്കുമരുന്നാണ് കച്ചവടം.
ഇത് ഇവളൊരു സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. സാധാരണഗതിയിൽ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടെന്നുള്ളത് ഇപ്പോഴും നമ്മൾ വെളിയിലേക്ക് വരികയാണ്. ഇനി ഇത് എത്ര പേരിലേക്ക് ഇത് പടരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ആരൊക്കെ ഇതിൻ്റെ ഈ വിപണന സാധ്യത കണ്ടെടുത്തിട്ട് പണം ഉണ്ടാക്കാനുള്ള സാധ്യത കണ്ടെടുത്തിട്ട് ഇതിലേക്ക് എടുത്തിയാടി എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏതായാലും ശ്രീ രമേശ് ചെന്നിത്തല പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ, ഞാനും ഒരു തൂഫാൻ വാളണ്ടിയറാണ്. ആ തൂഫാൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഇതെല്ലാം പിടിവീഴുന്നത്. ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ വളരെ കാര്യക്ഷമമായിട്ട് വീണ്ടും ഒന്നുകൂടെ നടത്തണം. അത് അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ട് ഒക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസുകാർ നടത്തണം. ഇത് മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ഒരു ബോധം വേണം, അവബോധം അവർക്ക് വേണം. ആ കർത്തവ്യ നിരത അവരിൽ ഉണ്ടാകണം. കാരണം ഏത് വിധത്തിലും ഈ മയക്കുമരുന്നുള്ള വിപത്തിനെ ഒന്ന് അമർത്തണം, നമ്മുടെ യുവാക്കളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ഫിലാഡൽഫിയ പോലാവും, ലോസ് ആഞ്ചലസ് പോലാവും. ഫിലാഡൽഫിയയിൽ ഒരു തെരുവ് കേട്ടോ, അവിടെ ഡ്രഗ്സിൻ്റെ തെരുവ് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം ആ ഡ്രഗ് എത്ര പേരെ ഭർത്താക്കന്മാരെ പോലെ ഭാര്യയും ഭർത്താവും ഉണ്ടതിൽ, പിന്നെ അതേപോലെ നടക്കുന്നവർ വേറെയുണ്ട്. അവരൊക്കെ ബോധമില്ലാതെ ഇങ്ങനെ വളഞ്ഞങ്ങ് നിൽക്കുക. എന്നാൽ മറിഞ്ഞു വീഴത്തില്ല, കുനിഞ്ഞു വീഴത്തില്ല താഴെ. കാരണം വളഞ്ഞൊരു പരുവത്തിനങ്ങ് നിൽക്കുക. അങ്ങനെ നിൽക്കും അവർ. ഇത് അടിച്ചു കഴിഞ്ഞാൽ, അവർ കഴിക്കുന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് കുത്തി ഇങ്ങനെ അങ്ങ് നിൽക്കും, അനങ്ങത്തില്ല, ചുമ്മാ അവിടെ നിൽക്കുക. ഞാനത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ അഖില കേരള വൈസൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉറക്കം തൂങ്ങി കുറുപ്പെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അദ്ദേഹം അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുറുപ്പൻ എപ്പോഴും ഉറക്കമാണ്. ആ ഉറക്കത്തിൽ എന്താണെന്നറിയാമോ? കുറുപ്പ് വഴിയിൽ പോകുമ്പോൾ കുറുപ്പ് ഏറുകാലും കുത്തി നിന്ന് ഉറങ്ങുന്നെന്ന്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് എപ്പോഴും ഉറങ്ങണം, ഏറുകാലും കുത്തി നിന്ന് ഉറങ്ങുന്നു എന്ന് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയിട്ടുണ്ട്. അത് ആ ഓർമ്മ എനിക്ക് വന്നേ, ഏറുകാലും കുത്തി നിന്ന് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞതുപോലെ അതേ കാഴ്ചയാണ് ഫിലാഡൽഫിയയിലെ ഒരു തെരുവിൽ നമുക്ക് കാണാൻ കിട്ടുന്നത്. ഈ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്, ലോസ് ആഞ്ചലസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫിലാഡൽഫിയയിലെ ഈ തെരുവിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോയില്ല. കാരണം ഡേഞ്ചറസ് ആണ്. അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് നേരെ വരാൻ പറ്റില്ല പലപ്പോഴും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം? അതുപോലെ ആകും നമ്മുടെ നാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതിനാണ് ശ്രീ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. നമ്മളെല്ലാം ഇതുമായിട്ട് സഹകരിക്കണം, എല്ലാ സഹോദരങ്ങളും ഇതുമായിട്ട് സഹകരിക്കണം. സഹകരിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പം കേരളം ഒരു ഫിലാഡൽഫിയയോ ലോസ് ആഞ്ചലസോ ആയിട്ട് മാറുന്ന കാലം വിദൂരമല്ല. അങ്ങനെ ആകരുത് നമ്മുടെ നാട്. നമ്മുടെ യുവത്വം അങ്ങനെ നശിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ യുവത്വത്തിൻ്റെ നമ്മൾ കണ്ടല്ലോ, അവിടെ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗമില്ലാതെ അന്തസ്സായിട്ട് അവർ നടക്കുന്നു. അതൊന്ന് കണ്ട് മനസ്സിലാക്കണം. അതും ഒരു തൂഫാനായിരുന്നു യഥാർത്ഥത്തിൽ. ഓപ്പറേഷൻ തൂഫാൻ നമ്മളവിടെ കണ്ടതാണ്. മനുഷ്യത്വം അത് അവിടെ കണ്ടതാണ്. അതാണ് ഹ്യൂമാനിറ്റി, അതാണ് നമ്മുടെ ഇന്ത്യ, അതാണ് നമ്മുടെ ജനങ്ങൾ എന്ന് നമ്മളവിടെ കണ്ടതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നോക്കണം, ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും ഇതുപോലെ സമൂഹത്തിൽ ഇത് നമ്മൾ ഈ പുഴുക്കുത്തുകൾ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചറിയണം, നമ്മളവരെ കാണണം.